തക്കാളി ഇല്ലാതെ ഒരു രസമായാലോ ഇന്ന്. അപ്പോൾ പുളിരസത്തിൻ്റെ റെസിപ്പി നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ പുളിയുമാണ്. പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തതാണിത്. പുളിയും ഉപ്പും ചേർത്ത് പിഴിഞ്ഞു വെച്ച വെള്ളമാണിത്. ഇനി എണ്ണ ചൂടാക്കുക. ചൂടാക്കി കഴിഞ്ഞ് കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റേണ്ടതാണ്. ഇത് ഈ ഒരു പരുവത്തിലായി കഴിയുമ്പോൾ നേരത്തെ തന്നെ പുളിയും ഉപ്പും ചേർത്ത് പിഴിഞ്ഞു വെച്ച വെള്ളം ഇതിലേക്ക് ചേർക്കുക. ഇനി അതിലേക്ക് ഒരു കഷ്ണം കായവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് തിളയ്ക്കാൻ വെക്കുക. കറി തിളച്ച് കഴിയുമ്പോൾ മല്ലിയില കൂടെ ചേർത്ത് ഇറക്കി വെക്കാവുന്നതാണ്. ഈ ഒരു പുളിരസം മാത്രം മതി നമുക്ക് നിറച്ചും ചോറുണ്ണാനായിട്ട്. അതും തക്കാളി ഇടാതെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസവും. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം വരെ ബൈ.